ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ആത്മാരമ്യ വേൾഡിലേക്ക് സ്വാഗതം. ഇന്നൊരു തൃശ്ശൂർ യാത്രാ വിശേഷം കേട്ടോ. ഞങ്ങളുടെ ഉമ്മയുടെ ബുക്ക് പ്രകാശനത്തിൻ്റെ ചടങ്ങാണ്. ആകാശം കാണാതെ കട്ടിലിൻ്റെ ഇടയിലും ഡ്രസ്സിൻ്റെ ഇടയിലും ഒക്കെ ഒളിപ്പിച്ച് വെച്ച കുറേ കവിതകൾ ഇന്ന് എല്ലാവരുടെ ഇടയിലോട്ട് എത്തുകയാണ്. സാർ അതെല്ലാം കണ്ടെത്തി ഒരു ബുക്കാക്കി ചെറിയൊരു ബുക്ക് പ്രകാശന ചടങ്ങായിട്ട് നടത്തുകയാണ്. ഹസീനത്തെ സ്വാഗത പ്രസംഗം പറഞ്ഞു. സാർ അധ്യക്ഷം വഹിച്ച ചടങ്ങിൽ സാർ തന്നെ ബുക്ക് പ്രകാശനം ചെയ്തു. കറക്റ്റ് ബുക്ക് പ്രകാശനം ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മുടെ രഹനത്തയുടെ എൻട്രി ആയിരുന്നു. രഹനത്തെയാണ് ഉമ്മയ്ക്കുള്ള എല്ലാ സപ്പോർട്ടും കൊടുത്ത് ഉമ്മയ്ക്ക് തൃശ്ശൂർ വെച്ചിട്ട് ഇങ്ങനെ ഒരു ചടങ്ങ് നടത്താനുള്ള എല്ലാ സപ്പോർട്ടും കൊടുത്ത രഹനത്തെയാണ് ആദ്യത്തെ കോപ്പി ഉമ്മയുടെ അടുത്തുനിന്ന് വാങ്ങിക്കുന്നത്. അതുപോലെ ഞങ്ങളെല്ലാ GBF മെമ്പേഴ്സും കൂടി ഉമ്മയ്ക്ക് ഒരു സ്നേഹ സമ്മാനം കൊടുത്തു. അതിനുശേഷം ഉമ്മയെ സപ്പോർട്ട് ചെയ്ത ഓരോരുത്തർക്കും ചെറിയ ചെറിയ സമ്മാനങ്ങളൊക്കെ കൊടുത്തു. അവിടെ ഫുള്ള് സന്തോഷത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു വൈബ്രേഷനായിരുന്നു. ഫുള്ള് ചിരിച്ച ഒരു മുഖമല്ലാത്ത ഉമ്മയുടെ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കുന്ന നിമിഷം എല്ലാവരും സ്നേഹത്തോടെ സന്തോഷത്തോടെയാണ് ഞങ്ങളെല്ലാവരും ഏറ്റെടുത്തത്. അതിനുശേഷം ഞങ്ങളെല്ലാവരും ഞങ്ങളാലായ രീതിയിൽ ചെറിയ ചെറിയ കലാപരിപാടികളൊക്കെ അവതരിപ്പിച്ചു. പിന്നെ അതുപോലെ സജീവ് സാറിനും ഹസീനത്തയ്ക്കും ഞങ്ങൾ ചെറിയ ചെറിയ ഞങ്ങളുടെ ഒരു ഗിഫ്റ്റ് കൊടുത്തു. പിന്നെ അവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ വന്ന ഓരോ മെമ്പേഴ്സും ഉമ്മയ്ക്ക് വേണ്ടിയിട്ട് ആശംസകൾ അറിയിച്ചു. ഞങ്ങൾക്ക് ഉമ്മേനെ ഓൺലൈൻ വഴിയുള്ള പരിചയം മാത്രമേ ഉള്ളൂ. പക്ഷേ അവിടെ വന്ന ഉമ്മയുടെ കുടുംബത്തിലുള്ളവർ, അതുപോലെ ഫ്രണ്ട്സ്, അടുത്തറിയാവുന്ന ഫ്രണ്ട്സൊക്കെ പറയുമ്പോഴാണ് ഉമ്മയുടെ കഷ്ടതകളും ഉമ്മയുടെ സ്നേഹത്തിൻ്റെ ആഴങ്ങളും ഉമ്മയുടെ അർപ്പണവും കഷ്ടതകളും എല്ലാം ഞങ്ങൾ അവരുടെ വാക്കുകളിൽ നിന്നാണ് ഞങ്ങൾ അറിഞ്ഞത്. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രസംഗത്തിന് ശേഷം ഉമ്മ വന്ന് തിരിച്ച് പ്രസംഗിച്ചു. അവിടെ എനിക്കൊരു സുന്ദരിക്കുട്ടിയെ കിട്ടിയിട്ടോ. അവൾ എൻ്റെ പുറകിലിരുന്ന് എന്നെ തോണ്ടി അവൾ എന്നെ വശത്താക്കിയെടുത്തു. അതിനുശേഷം ഞങ്ങൾ ഉമ്മാൻ്റെ അടുത്തിരുന്നിട്ട് എല്ലാവരും കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഉമ്മയ്ക്ക് ആശംസകളൊക്കെ അറിയിപ്പിച്ച് ഒരു സ്നേഹ നിമിഷമായിരുന്നു എല്ലാവർക്കും. അതിനുശേഷം ഞങ്ങളെല്ലാവരും ചെറിയ ചെറിയ കലാപരിപാടികൾ, കുറച്ച് ഫോട്ടോ സെഷൻ അങ്ങനെയൊക്കെ എടുത്ത് ആ ഒരു പരിപാടിയെ മാക്സിമം എത്രത്തോളം നല്ലതാക്കാൻ പറ്റൂ അത്രത്തോളം ഞങ്ങൾ നല്ലതാക്കി. മുഹമ്മദ് നടകൊണ്ട വഴിയിലേ പോയ കാലം കാറ്റിലക്കരേ മേഘമേ പെയ്യാൻ എനിക്ക് സ്വതന്ത്രമായി ചിന്തിക്കാനൊരിടം തരുമോ? ചിന്തകൾ തൻ തേരിലേറി വർണ്ണഭാവമാം വിഹായസിലേക്ക് പറന്നുയരാനൊരിടം. ഞാൻ ചെറിയൊരു ഡാൻസ് അവതരിപ്പിച്ചു. സിബി പാട്ട് പാടി. അതിനുശേഷം ഞാൻ ചെറിയൊരു ഡാൻസ് അവതരിപ്പിച്ചു. ഉമ്മ ഓടി വന്ന് ഞങ്ങളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞ്. ആ ഒരു നിമിഷമൊക്കെ നമുക്കൊരിക്കലും തിരിച്ചു കിട്ടാത്തൊരു നിമിഷമാണ്. ഭയങ്കര സന്തോഷമാണ് ശരിക്കും നമുക്ക് ആ സമയങ്ങളിൽ ഉണ്ടായത്. അതിനുശേഷം രഹനത്ത് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഫുഡ് റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു. വെജിറ്റബിൾ വേണ്ടവർക്ക് വെജിറ്റബിൾ, നോൺ വെജ് വേണ്ടവർക്ക് നോൺ വെജ്, ചോറ്, ബിരിയാണി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ പിരിഞ്ഞു. എത്രയും പെട്ടെന്ന് അടുത്തൊരു മീറ്റപ്പിനൊരവസരം ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ച് ഞങ്ങളെല്ലാവരും യാത്ര പറഞ്ഞ് പിരിഞ്ഞു. താങ്ക് യു.